ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബ്രെഡും മുട്ടയും ക്യാരറ്റും വച്ചിട്ടുള്ള വളരെ രുചികരമായ, വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ, വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇതിനാവശ്യമായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനാവശ്യമായിട്ട് ഒരു സവാളയും ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും എടുത്തു വച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 5 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചെറിയ ബ്രെഡ് ചെറിയ പീസാക്കി ഞാൻ നുറുക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് സവാളയും ക്യാരറ്റുമാണ്. ക്യാരറ്റ് ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്, ഈ രൂപത്തിൽ. അതോടൊപ്പം ചെറിയ രീതിയിൽ കനം കുറച്ചരിഞ്ഞ് സവാളയും നുറുക്കി വച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നുറുക്കി വച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് വരുന്ന ഒരു 1/2 ടീസ്പൂൺ ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറുതായി നുറുക്കി വച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് നല്ല രീതിയിൽ കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു 4 കോഴിമുട്ടയാണ്. കോഴിമുട്ട ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഈ കോഴിമുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ബീറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന, സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു പാൻ വച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. ചൂടാതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവറും രുചിയും ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പയ്യെ ഒന്ന് തട്ടി റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേണം വേവിക്കാൻ. തീ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പീസ് മുറിച്ചെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.